ജനപിന്തുണയുള്ളയാൾ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം 24നോട്. മുസ്ലിം ലീഗിന്റേത് ഉറച്ച നിലപാടാണെന്നും ജനവികാരം മറികടന്നാൽ ആത്മഹത്യപരമായിരിക്കുമെന്നും PMA സലാം പറഞ്ഞു. UDFന്റെ ശക്തി എന്ന് പറഞ്ഞ ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ നെഞ്ചേറ്റിയിട്ടുണ്ട്. ആ ജനവികാരം മറികടന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ UDFന് കഴിയില്ല. കഴിഞ്ഞാൽ അത് ആത്മഹത്യപരമായിരിക്കും. കോൺഗ്രസ് നേതൃത്വം ഞങ്ങളുമായി ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള ലീഗിൻ്റെ അഭിപ്രായം അവരോട് പറയും. അതാണല്ലോ അതിൻ്റെ മര്യാദ. തീർച്ചയായും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവേ മുഖ്യമന്ത്രിയാവൂ. അതിൽ ഒരു സംശയം വേണ്ട. ഒരു ജനവിരുദ്ധനെ മുഖ്യമന്ത്രിയാക്കാൻ UDFോ കോൺഗ്രസോ ലീഗോ ആരെങ്കിലും തയ്യാറാവൂ? അതേസമയം അവിടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ് ഇന്ദിരാഭവനിൽ തിരുവനന്തപുരത്ത്. അവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി നിയമസഭാ കക്ഷി യോഗം എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. പ്രമേയം പാസാക്കി പാർലമെന്ററി പാർട്ടി യോഗം എന്നതാണ് പുറത്തുവരുന്ന വിവരം. പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം. മുസ്ലിം ലീഗിന്റെ ഉറച്ച നിലപാടാണ്. ജനവികാരം മറികടക്കുന്നത് ആത്മഹത്യപരമായിരിക്കുമെന്നാണ് ലീഗ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജനവികാരം മാനിച്ചായിരിക്കണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടത് എന്ന അഭിപ്രായം ലീഗിൽ നിന്ന് വരുന്നു.